ഇന്ത്യയിൽ ആദ്യമായി സീനിയർ സിറ്റിസൺസിന് ഒരു വകുപ്പുണ്ടാക്കിയ സംസ്ഥാനമാണ് കേരളം. അത് ഒരു വെൽഫെയർ പ്രോജക്റ്റ് അല്ല, ക്ഷേമ പദ്ധതി അല്ല. അവരെ കൂടി നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാക്കാൻ, അവർക്ക് കൂടി ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ കഴിയുന്നവരെ ക്രിയേറ്റീവ് ആക്കാനുള്ള ഒരു പദ്ധതിയാണ്, സിൽവർ ഇക്കോണമിയാണ്. ആ സിൽവർ ഇക്കോണമി ഇന്ത്യ രാജ്യത്ത് ആദ്യമായി നടപ്പാക്കാൻ പോകുന്ന സംസ്ഥാനമാണ് കേരളം എന്നുള്ള പ്രത്യേകതയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പുതിയ അന്താരാഷ്ട്ര നിലവാരമുള്ള 6 മാസത്തേക്കുള്ള കെയർ ഗിവർ കോഴ്സുകൾ. അതിന്റെ സിലബസ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിരിക്കും. നഴ്സിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, പ്രൈവറ്റ് ആശുപത്രികൾ ഉൾപ്പെടെ, ഗവൺമെന്റ് ആശുപത്രികൾ ഉൾപ്പെടെ, മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ ഈ 6 അന്താരാഷ്ട്ര നിലവാരമുള്ള 6 മാസത്തെ കെയർ ഗിവർ കോഴ്സ് നടപ്പാക്കിയാൽ പരിചരണത്തിന് ആളെ കിട്ടും, ഒരുപാട് തൊഴിൽ സാധ്യതകൾ നമുക്ക് വളർത്തി വരും. നമുക്കറിയാം, ഭൂമി ഒരു പ്രശ്നമാണ്. കേരളത്തിൽ വികസനത്തിന് വരുമ്പോൾ ഭൂമിയില്ല എന്നുള്ളതാണ്. തമിഴ്നാടും കർണാടകയും തെലങ്കാനയും ആന്ധ്രയും ആ പ്രശ്നം നേരിടുന്നില്ല. നമ്മൾ ആ പ്രശ്നം നേരിടുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരുപാട് ഭൂമിയുണ്ട്. ആ ഭൂമി എവിടെയാണ് കിടക്കുന്നത്, എങ്ങനെയാണ് കിടക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. സർക്കാരിന് ഭൂമിയുണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഭൂമിയുണ്ട്, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഭൂമിയുണ്ട്, പ്ലാന്റേഷൻ ലാൻഡ് ഉണ്ട്. അറിയപ്പെടാതെ ഒന്നും ചെയ്യാതെ കിടക്കുന്ന ഭൂമി ധാരാളമായിട്ട് കേരളത്തിലുണ്ട്. അതിൻ്റെ ഒരു ലാൻഡ് ബാങ്ക് രജിസ്റ്റർ ചെയ്ത് ഒരു ലാൻഡ് ബാങ്ക് മാനേജ്മെന്റ് പോളിസി ഉണ്ടാക്കി, ലാൻഡ് മാനേജ്മെന്റ് പോളിസി ഉണ്ടാക്കി നിക്ഷേപങ്ങൾക്ക്, കൃത്യമായ നിക്ഷേപങ്ങൾക്ക് ആ ഭൂമി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സംരംഭം ഉണ്ടാകും. അതുപോലെ റിന്യൂവബിൾ എനർജി, പുനരുപയോഗ ഊർജത്തിന് വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിയാണ്. കോടിക്കണക്കിന് രൂപ നമുക്ക് ലഭ്യമാകുന്ന, ആയിരക്കണക്കിന് മെഗാവാട്ട് വൈദ്യുതി പുതിയതായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന നിരവധി സാധ്യതകൾ, തൊഴിൽ സാധ്യതകൾ തുറക്കുന്ന ഒരു പുതിയ മേഖലയിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുക. സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോണും, ചില വ്യവസായങ്ങൾക്ക്, ചില സംരംഭങ്ങൾക്ക് അവർക്ക് പ്രത്യേകമായ സഹായം വേണം. അതിനാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ ഉണ്ടാക്കുന്നത്. ബ്രാൻഡ് കേരളം, കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ ഇനി തിരിച്ചറിയണം. കേരള മാർക്ക് കൊടുക്കും, ബ്രാൻഡ് മെയ്ഡ് ഇൻ കേരള, അതിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ സർട്ടിഫിക്കറ്റ് കൊടുത്ത് കേരള ബ്രാൻഡ് എന്ന് പറയുന്ന നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ സാധനങ്ങൾ, നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള സാധനങ്ങൾക്ക് ആ ക്വാളിറ്റി പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്ത് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിയ മാർക്കറ്റ് ഉണ്ടാക്കാനുള്ള ഒരു വലിയ സ്റ്റെപ്പാണ്. അത് യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ഉണ്ടാവും, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ ഉണ്ടാവും നിരവധി കാര്യങ്ങൾക്ക്. അതുപോലെ ഈ പ്ലാനിൽ ഒരു കുറവ് വരുത്തിയപ്പോൾ അത് പട്ടികജാതിക്കാരെ, പട്ടികവർഗക്കാരെ, മത്സ്യത്തൊഴിലാളികളെ ബാധിക്കാതിരിക്കാനുള്ള പ്രത്യേകമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചു. മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കി വർദ്ധിപ്പിച്ചു. തീരപ്രദേശത്തെ ജനങ്ങളെ, മലയോരത്തെ ജനങ്ങളെ, പാവപ്പെട്ടവരെല്ലാം അഡ്രസ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണിത്. അതുപോലെ നഗരവികസനം, നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു വലിയ മാറ്റം ലോകത്ത് എല്ലായിടത്തും ഉണ്ടാകുന്നത്. അതിനാണ് കേരള അർബൻ ഗ്രോത്ത് മിഷൻ, പബ്ലിക് ട്രാൻസ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ടൂറിസം രംഗത്ത്, ടൂറിസത്തിന് ഒരു ഇൻഡസ്ട്രി ആകാൻ ഒരുപാട് ആനുകൂല്യങ്ങൾ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഉണ്ടാവും. എല്ലാ ടൂറിസം സാധ്യതകളെയും പ്രയോജനപ്പെടുത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.